ഒരു സെൽഫി ചോദിച്ച് ആർത്ത് വിളിക്കുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ മെലിഞ്ഞ ഉയരമുള്ള ആ ചുരുളൻ മുടിക്കാരൻ നടന്നു നീങ്ങി. പരിപാടി നടക്കുന്നത് കേരളത്തിലാണ്. നടന്നു നീങ്ങുന്ന വ്യക്തി ഒരു താൻസാനിയക്കാരനും. അയാളുടെ പേര് കിലിപോൾ. 4 വർഷം മുൻപാണ് താൻസാനിയയിലെ മൊറഗോറോ എന്ന കുഗ്രാമത്തിലിരുന്ന് കിലിപോളും സഹോദരി നീമ പോളും ചേർന്ന് ബോളിവുഡ് ഗാനങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ റീലിൽ കാണുന്നത് പോലെ സദാ ആഹ്ലാദവും സംഗീതവും നിറഞ്ഞതായിരുന്നില്ല കിലിയുടെ ജീവിതം. കൃഷിക്കാരാണ് കിലിയുടെ കുടുംബം. കൃഷിപ്പണിക്കും കന്നുകാലി മേക്കലിനും ഇടയിലാണ് ഇരുവരും റീൽ ചെയ്യാൻ സമയം കണ്ടെത്തിയത്. അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ വൈദ്യുതി എത്തിയിട്ടില്ല. അതുകൊണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള അയൽ ഗ്രാമത്തിൽ ചെന്നാണ് ഫോൺ ചാർജ് ചെയ്യുന്നത്. താൻസാനിയയിലെ മസായി ഗോത്രത്തിന്റെ പരമ്പരാഗത വേഷമിട്ടുള്ള ഇരുവരുടെയും പ്രകടനത്തിൽ ഇന്ത്യക്കാർക്ക് എന്തോ ഒരു പെക്യൂലിയാരിറ്റി തോന്നിയിരിക്കണം. സംഗതി അങ്ങ് ഹിറ്റായി. രത്തൻ ലംബിയാൻ എന്ന ഗാനത്തിൽ ലിപ്സിങ്ക് ചെയ്ത വീഡിയോ ഇന്ത്യയാകെ ശ്രദ്ധ നേടി. ചെറുപ്പം മുതൽ ഹിന്ദി സിനിമകൾ കണ്ടാണ് താൻ വളർന്നതെന്നും കിലിപോൾ പറയുന്നു. ഹിന്ദി ഗാനങ്ങളൊക്കെ ഹിറ്റായതോടെ പതിയെ സൗത്ത് ഇന്ത്യൻ ഗാനങ്ങൾക്ക് വേണ്ടിയും കിലി വീഡിയോ ചെയ്തു തുടങ്ങി. അവയെല്ലാം മിന്നൽ വേഗത്തിൽ ഹിറ്റുമായി. കൃത്യമായ ലിപ്സിങ്കിങ്ങും അനുയോജ്യമായ മുഖഭാവങ്ങളുമാണ് കിലിയുടെ വീഡിയോയുടെ മുഖ്യ ആകർഷക ഘടകം. ഒപ്പം അനായാസം വഴങ്ങുന്ന അത്യുഗ്രൻ ഡാൻസ് നമ്പറുകളുമുണ്ട്. 2022 താൻസാനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഒരു ഇൻഫ്ലുവൻസറായി മാറിയതുകൊണ്ട് മാത്രമാണ് തന്റെ കുടിലിൽ നിന്ന് പുതിയൊരു ഭവനമെന്ന സ്വപ്നത്തിലേക്ക് കിലിക്ക് എത്താനായത്. മാലോകർക്ക് അയാൾ കിലിപോൾ ആയിരിക്കും, എന്നാൽ മലയാളികൾക്ക് ഉണ്ണിയേട്ടനാണ്. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് കിലിപോൾ നിരവധി ചിത്രങ്ങളും വീഡിയോകളും കൂടി പങ്കുവച്ചതോടുകൂടി മലയാളികൾ അങ്ങേരെ ഏറ്റെടുത്തു. പൂമാനമേ എന്ന ഗാനമാണ് കിലിയുടേതായി ആദ്യമായി ഹിറ്റായ മലയാളം ഗാനം. അതിപ്പോൾ നരിവേട്ടയിലെ മിന്നൽ വള വരെ എത്തി നിൽക്കുന്നു. അവസാനം കേരളവും കിലിപോളും തമ്മിലുള്ള ബന്ധം മലയാളികൾ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയാക്കുന്നത് വരെ എത്തി. മസായി വാരിയർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കും. കിലിപോൾ അതിഥിയായെത്തിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എപ്പിസോഡിനും പ്രേക്ഷകർ വമ്പൻ വരവേൽപ്പായിരുന്നു നൽകിയത്. ടോപ്പ് സിംഗർ വേദിയിൽ റിമി ടോമിക്കൊപ്പം അദ്ദേഹം പാടി നൃത്തം ചെയ്യുന്ന വീഡിയോ 40 ലക്ഷം പേരാണ് കണ്ടത്. ഒരു മലയാളി കുട്ടിയെ വിവാഹം ചെയ്ത് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കണമെന്നാണ് ഇപ്പോൾ കിലിയുടെ ആഗ്രഹം. The Malayalam music, I feel like it sounds like different. I think Malayalam is most difficult language. Yes, but it catches me when they sing. Yeah, so that's why I fall in love. If you learn Malayalam, you can talk any language. Yes.